ഡൽഹി കലാപ ഗൂഢാലോചന കേസിൽ ഉമർ ഖാലിദ് അടക്കമുള്ള പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ സുപ്രീം കോടതി വിധി പറയുകയാണ്. വിചാരണ വൈകുന്നത് ഈ കേസിൽ ജാമ്യത്തിന് കാരണമല്ല എന്നാണ് പോലീസിന്റെ വാദം. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേർന്നു. ബൽറാം, ദീർഘനാളായി ജാമ്യമില്ലാതെ അകത്താണ്, ജയിലിലാണ് ഉമർ ഖാലിദും അദ്ദേഹത്തിന് കൂടെയുള്ളവരും. വിധി പറയൽ എങ്ങനെ പുരോഗമിക്കുന്നുണ്ട്, എപ്പോഴറിയാൻ കഴിയും ബൽറാം? ഹഷ്മി, ഉമർ ഖാലിദ്, ഷർജിൽ ഇമാം അടക്കം ഡൽഹി കലാപ കേസുമായി ബന്ധപ്പെട്ട 7 പ്രതികളുടെ ജാമ്യാപേക്ഷയിലാണ് സുപ്രീം കോടതി ഇന്ന് വിധി പറയുന്നത്. ജസ്റ്റിസ് അരവിന്ദ് കുമാർ അധ്യക്ഷനായ 2-അംഗ ബെഞ്ചാണ് ഈ കേസിൽ വിധി പറയുന്നത്. വിശദമായ വാദപ്രതിവാദങ്ങൾ ഇവരുടെ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട കോടതിയിൽ നടന്നിരുന്നു. പ്രധാനമായും ഡൽഹി പോലീസ് ഇവരുടെ ജാമ്യം നിഷേധിക്കുകയാണ് എന്നുള്ള നിലപാടാണ് ഉന്നയിച്ചത്. കാരണം ഈ ഡൽഹി കലാപത്തിൽ ഷർജിൽ ഇമാമിനും ഉമർ ഖാലിദിനും നിർണായകമായ പങ്കുണ്ട് എന്നും ആഗോളതലത്തിൽ ഇന്ത്യയുടെ പ്രതിച്ഛായ തകർക്കാനാണ് ഈ ഒരു കലാപം ഉണ്ടാക്കിയത് എന്നും അതിൻ്റെ ആസൂത്രണവും നടപ്പാക്കലിലുമെല്ലാം ഇവർക്ക് വലിയ പങ്കുണ്ട് എന്നുള്ളതുമാണ് ഡൽഹി പോലീസ് ഉന്നയിച്ച വാദം എന്നുള്ളത്. ഒപ്പം തന്നെ വിചാരണ വൈകുന്നത് 5 വർഷത്തോളമായി ഇവർ വിചാരണ തടവുകാരായി തുടരുകയാണ്. അതിൽ വിചാരണ പൂർത്തിയായിട്ടില്ല. എന്നാൽ വിചാരണ വൈകാൻ കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട ഉള്ള രേഖകൾ, ഒപ്പം തന്നെ സാക്ഷികൾ എന്നിവരെ വിസ്തരിക്കേണ്ടതാണ്. വലിയൊരു നിര സാക്ഷികളും രേഖകളും പരിശോധിക്കേണ്ടതുണ്ട് കേസുമായി ബന്ധപ്പെട്ട എന്ന കാര്യമാണ് ഡൽഹി പോലീസ് ഉന്നയിച്ചത്. വിചാരണ വൈകുന്നത് ഈ കേസിൽ ജാമ്യത്തിന് ഒരു കാരണമല്ല എന്നുള്ളതാണ് ഡൽഹി പോലീസിന്റെ വാദം. പ്രതികൾക്കെതിരായ ആരോപണങ്ങൾ തെളിയിക്കുന്നതിന് വ്യക്തമായ തെളിവുകൾ ഉണ്ട് എന്നും വാദവും ഡൽഹി പോലീസ് ഉന്നയിച്ചിട്ടുണ്ട്. രാജ്യത്തിനെതിരായ ആക്രമണമാണ് നടന്നത്. ഓരോ പ്രതികളുടെയും ജാമ്യം അതുകൊണ്ട് തന്നെ പ്രത്യേകമായി പരിഗണിക്കണം എന്നാണ് ഡൽഹി പോലീസ് ആവശ്യപ്പെടുന്നത്. അത് ഓരോരുത്തരുടെയും ഈ കലാപവുമായി ബന്ധപ്പെട്ടുള്ള പങ്ക് എന്തായിരുന്നു എന്ന് പ്രത്യേകമായി തന്നെ പരിഗണിക്കേണ്ടതുണ്ട്. 7 പ്രതികളുടെയും ഒന്നിച്ച് ജാമ്യാപേക്ഷയിൽ തീരുമാനമെടുക്കരുത് എന്നുള്ളതാണ് ഡൽഹി പോലീസ് കോടതിക്ക് മുന്നിൽ ഉന്നയിച്ചിരിക്കുന്ന ഒരു പ്രധാന ആവശ്യം എന്നുള്ളത്. ഈ ഉമർ ഖാലിദ് ഈ ഡൽഹി അടക്കമുള്ള ഇടങ്ങളിൽ രാജ്യവ്യാപകമായി തന്നെ ചക്ക ജാമുകൾ, അതായത് വഴി തടഞ്ഞുള്ള സമരങ്ങൾക്ക് ആഹ്വാനം ചെയ്തിരുന്നുവെന്നും അസൻസോളിലും ഡൽഹിയിലെ പലയിടങ്ങളിലും ഇത്തരം സമരപരിപാടികൾ സ്ത്രീകളുടെ നേതൃത്വത്തിൽ നടത്തണം എന്ന് ആഹ്വാനം ചെയ്തിരുന്നുവെന്നും ഡൽഹിയിലും നടന്നത് അല്ലെങ്കിൽ കലാപത്തിന് കാരണമായത് അത്തരത്തിലുള്ള സമരപരിപാടിയാണ് എന്നുള്ള കാര്യമാണ് ഡൽഹി പോലീസ് ഉന്നയിച്ചിരിക്കുന്നത്. ഈ ഉമർ ഖാലിദിനെതിരെ സമാനമായി തന്നെ ഈ സമരപരിപാടികളുടെയും കലാപത്തിൻ്റെയും ആസൂത്രണത്തിൽ ഷർജിൽ ഇമാമിനും പങ്കുണ്ട് എന്നും ജനങ്ങളെ ഇത്തരത്തിൽ കലാപത്തിന് വേണ്ടി പ്രേരിപ്പിക്കുന്ന പ്രസംഗങ്ങൾ ഉൾപ്പെടെ ഷർജിൽ ഇമാമിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു എന്നുമാണ് ഡൽഹി പോലീസിന്റെ വാദം. എന്തായാലും ഈ അല്പസമയത്തിനകം തന്നെ ഇതിലെ വിധി പ്രസ്താവം പൂർത്തിയാക്കും. അശ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.